ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികളും ഒന്നിച്ച് അത് ആഘോഷിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഭാരതം ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. 100 വർഷത്തോളം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണം ആഘോഷത്തിന്റെ പരിപാടി ട്രിവാൻഡ്രത്ത് ടൂറിസം വകുപ്പ് തുടങ്ങുകയാണ്. അതിന്റെ ഉദ്ഘാടനവും അതേപോലെ തന്നെ നമ്മുടെ ശോഭനയുടെ ഡാൻസും അതേപോലെ ഗസ്റ്റായിട്ട് കുഞ്ചാക്കോ ബോബനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. സംഭവം ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും ബ്ലോഗിൽ കാണിക്കുന്നില്ല. ലൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ലൈവ് ഇടാം. ലൈവ് അവിടെ ഒരുപാട് ക്രൗഡാണ്. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് കറക്റ്റായിട്ട് കാണാം. എന്തായാലും ലൈവിന് അത് പക്ക പ്രോപ്പറായിട്ട് പോകുന്നല്ല, ഫോണിലാണ് ലൈവ് ചെയ്യുന്നത്. ആ ഒരു സെറ്റപ്പിൽ പോകണേ. അത് മാത്രമല്ല, നമ്മൾ ഇതിനൊക്കെയുള്ള ഈവന്റ് ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളുണ്ടാവും. അപ്പൊ ജസ്റ്റ് ക്ഷമിക്കുക, നമുക്ക് അടുത്തതിൽ ചെയ്ത് വരുമ്പോൾ അത് പരിഹരിക്കാം. പിന്നെ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കോപ്പിറൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ആയി പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഈ ഓണാഘോഷത്തിന് ഫുൾ സ്റ്റേജ് പ്രോഗ്രാമാണ് കൂടുതലൂടെ. അപ്പൊ ഇത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. പക്ഷെ കുറെ പരിമിതികളുള്ളതുകൊണ്ട് അതെല്ലാം വെച്ചത് യൂട്യൂബിന്റെ റൂൾസ്, അതുപോലെ ഈ പ്രോഗ്രാം നടന്ന ഓരോ ചാനലുകാരുണ്ട്, അപ്പൊ അവരുടെ റൂൾസ്, പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ വ്ളോഗ് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്കത് ഷൂട്ട് ചെയ്യാനും അതിനകത്ത് കയറാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പാസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ എല്ലാം സെറ്റാണ്. പക്ഷേ ഇങ്ങനെ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അധികം സംസാരിച്ച് എന്തായാലും ഇതാക്കി പോകുന്നില്ല. അപ്പൊ നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ കേട്ട പാട്ടില്ലേ, അത് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയില്ലേ, ടൂറിസം വകുപ്പ് മന്ത്രി നമുക്ക് ഈ കൊല്ലത്തെ ഓണത്തിന് വേണ്ടിയിട്ട് പാടിയതാണ്. ആ ഒരു പാട്ടോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഓണാഘോഷ പരിപാടി നിശാഗന്ധിയിൽ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ പാട്ടിനെനിക്ക് ഫുള്ളായിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല, അത് കോപ്പിറൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനൽ പാട്ടിൻ്റെ ലിങ്ക് ഞാൻ തന്നെ ഇവിടെ മേലിൽ നോക്കിയോ ഐക്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന വിശിഷ്ടരെ സംബന്ധിക്കുന്ന പ്രമുഖ ചലച്ചിത്രകാരൻ ശ്രീ കുഞ്ചാക്കോ ബോബൻ അവരുടെ ഈ കഴിഞ്ഞ 3 മാസക്കാലത്തെ പ്രവർത്തനങ്ങളിൽ തന്നെ ജനങ്ങൾ വളരെയധികം മതിപ്പ് പ്രകടിപ്പിക്കുകയും ഓരോ വകുപ്പിലും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഏതായാലും ഇത്തവണ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാം കേരള ജനത ഓണാഘോഷത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന വിളംബരം നൽകിക്കൊണ്ടാണ് ഈ ആഘോഷ പരിപാടി നടക്കുന്നത്. ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിലെ ജനസമുദ്രം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ വർഷവും വളരെ നേരത്തെ തന്നെ ഓണച്ചന്തകളും അതുപോലെ തന്നെ സപ്ലൈകോ കൺസ്യൂമർ ഫെഡിൻ്റെ ഓണച്ചന്തകളും കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി ചന്തകളെല്ലാം നേരത്തെ ആരംഭിക്കുകയും ജനങ്ങൾക്ക് ഓണത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നേരത്തെ സമാഹരിക്കാനുള്ള അവസരം ഉണ്ടാകുകയും അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വലിയ വാർത്ത അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പത്മഭൂഷൺ ചലച്ചിത്ര താരം ശോഭനയും ഈ വേദിയിൽ നമ്മളോടൊപ്പം കൊണ്ട് അല്പസമയത്തിനകം ബഹുമാന്യയായ ശ്രീമതി ശോഭനയും എത്തും. അവരെയും സ്വാഗതം ചെയ്യുന്നു. ഓണമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷം മാത്രമല്ല, മലയാളിയുടെ ജീവിതത്തെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള ഒരു വലിയ അവസരം കൂടിയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ സാംസ്കാരിക മുഖം ലോകത്തിന് മുമ്പിൽ ആകർഷകമായി അവതരിപ്പിക്കാനാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഓണത്തിൻ്റെ അവസരത്തെ വിനിയോഗിക്കുന്നത്. ഇത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 35 വേദിയാണ് തിരുവനന്തപുരത്ത്. അതിൽ 340 പരിപാടികളാണ് 7 ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്നത്. 3000 കലാകാരന്മാരാണ് അതിൽ പങ്കെടുക്കുന്നത്.
അതുകൂടാതെ 13 വേദികളിലായി 8,000 കലാകാരന്മാർ, 13 ജില്ലകളിലായി 8,000 കലാകാരന്മാർ 7 ദിവസം കലാവിരുന്ന് അവതരിപ്പിക്കുന്നു. സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് ടൂറിസം വാരാഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. പ്രിയങ്കരായ നമ്മുടെ ടൂറിസം മന്ത്രി ആലപിച്ച മനോഹരമായ ഒരു ഗാനത്തിൻ്റെ ചിത്രീകരണത്തോടു കൂടിയാണ് നമ്മൾ ടൂറിസം വാരാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഓണക്കാലമാണ്. പ്രകൃതി മുഴുവൻ ഹരിതാഭയണിഞ്ഞ് സുന്ദരിയായി നിർത്തിയാണ്. ആ പ്രകൃതിയുടെ മനോഹാരിത മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി ഉണ്ടാകണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഓണക്കാലം ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന അപൂർവമായ ഒരു അവസരമാണ്. ഈ ഓണത്തിൻ്റെ അനുഭവങ്ങൾ ഇനി വരാനുള്ള കാലത്തേക്ക് കൂടി തുടരണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഈ തലസ്ഥാന നഗരിയെ ശ്രദ്ധേയമാക്കി മാറ്റാൻ കഴിയുന്ന വിപുലമായ ഒരു പദ്ധതിക്ക് നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ശശി തരൂരിൻ്റെയും നമ്മുടെ തിരുവനന്തപുരത്തുള്ള മന്ത്രിമാരായ ശ്രീ K മുരളീധരൻ്റെയും ശ്രീ CP ജോണിൻ്റെയും എല്ലാം പങ്കാളിത്തത്തോടുകൂടി, MLA-മാരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി തിരുവനന്തപുരത്തും ഒരു പ്രധാനപ്പെട്ട പദ്ധതി, സസ്പെൻസ് കിടക്കണം, ഒരു പ്രധാനപ്പെട്ട പദ്ധതി സമീപകാലത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞാൻ ദീർഘമായി ഒന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പ്രത്യേകതകളെ, നമ്മുടെ തനത് കലകളെ എല്ലാത്തിനെയും ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സമഗ്രമായ ഒരു ടൂറിസം പദ്ധതിയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികളും ഒന്നിച്ച് അത് ആഘോഷിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഭാരതം ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. 100 വർഷത്തോളം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഏകദേശം 1800 കാലഘട്ടങ്ങൾ മുതൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ 100 വർഷത്തോളം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. 40 കോടിയിലധികം ജനങ്ങളുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ ഒരു 1 ലക്ഷത്തിൽ താഴെയുള്ള ബ്രിട്ടീഷുകാരാണ് അടക്കി ഭരിച്ചിരുന്നത്. 200 വർഷത്തോളം അവർ നമ്മളെ അടക്കി ഭരിച്ചു. അതിനുള്ള കാരണം എന്തായിരുന്നു? നമ്മളെല്ലാവരും വിഘടിച്ച് നിൽക്കുകയായിരുന്നു. ഒരു പൊതുവായ ശത്രു വന്നപ്പോഴാണ് ആ വിഘടനത്തിൽ നിന്ന് മാറി നമ്മൾ ഒന്നിച്ച് ചേർന്ന് അവർക്കെതിരെ പോരാടുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തത്. നമുക്ക് ഈ ആഴ്ചയിലെ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ 35 വെന്യൂ ഉണ്ട് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ. നിശാഗന്ധി എഫ്കോഴ്സ് നമ്മളെല്ലാവരും എത്തുന്നു, കനകരുടെ അടുത്താണ്, മ്യൂസിയം കോമ്പൗണ്ടിലും പല പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ശംഖുമുഖത്തിൻ്റെ ബീച്ചിലും കോവളത്തിലും വർക്കലയിലും ഒക്കെ നമ്മൾ ഈ ആഘോഷത്തിൻ്റെ ഓരോരോ പരിപാടികൾ നടത്തുന്നുണ്ട്. ആറ്റിൻകല്ലും നെടുമങ്ങാടിലും മേറ്റുകരിയിലും ഒക്കെ ചെമ്പന്നൂരിൻ്റെ ശ്രീനാരായണഗുരുവിൻ്റെ ഗുരുകുലത്തിൽ കൂടി ഓണം ആഘോഷം നമ്മൾ നടത്തുന്നുണ്ട്. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കാനോ ഒരു വേദിയിൽ സ്റ്റേജിൽ മാത്രം കാണാനല്ല, ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനാണ്. അതാണ് ഈ വർഷത്തിൻ്റെ പ്രോഗ്രാം വീണ്ടും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്നത്തെ പരിപാടി. അപ്പം ഇതിൽ ഹരിശങ്കറിന്റെ പരിപാടി
ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് അത് മാതൃഭൂമിയുടേതാണ്, അവരുടെ ടെലികാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വ്ളോഗിൽ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തുടർച്ചയായിട്ട് അടുത്തടുത്ത് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ടൊക്കെ വരുന്നതാണ്. അപ്പം ലൈവും ചെയ്യാൻ പറ്റില്ല. ശോഭനയുടെ ഡാൻസ് കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ട്, കോപ്പിറൈറ്റ് കിട്ടില്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് വിനീത് ശ്രീനിവാസന്റെ പരിപാടി. അപ്പോൾ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമുക്കത് ലൈവും കാണാം. അതേപോലെ തന്നെ ചെറിയൊരു സംഭവം എടുത്ത് നമുക്കൊരു വീഡിയോയും ചെയ്ത് കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, പിന്നെ അത് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അതിനകത്ത് കയറാൻ പറ്റിയ എൻ്റെ ഭാഗ്യം. അതായത് ഓണം കഴിഞ്ഞ് ഫുൾ അവധിയാണ്. അപ്പോൾ തിരക്കാണെങ്കിൽ നമുക്ക് ഇതാക്കില്ല. നമ്മൾ എന്തായാലും നോക്കാം, മാക്സിമം 100% നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ ബൈ, അടുത്തൊരു വീഡിയോ കാണാം.